വൈദികരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്വകാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വൈദ്യരുടെ അടുത്ത് കുമ്പസാരത്തിലൂടെ ആയിരിക്കും പല തെറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തായിരിക്കും എന്താ പറയുക, മിക്കവരുടെ മനസ്സ് തുറക്കുന്നത്, പല ചെയ്ത തെറ്റുകളാകാം, ചെയ്ത കാര്യങ്ങളൊക്കെ തുറക്കുന്നത്, വിശ്വസിച്ച് പറയുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. അപ്പോൾ പലരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവരെ പക്ഷേ തെറ്റാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ എപ്പോഴെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടോ? ആം, എന്താന്ന് വെച്ചാ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് സി നമ്മുടെ ഒരു രീതി, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പ്രാക്ടീസ് ക്ലിനിക്കലി ഇങ്ങനെ ചെയ്ത് വരുമ്പം ഉം. ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇയാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്, ഉം, ഉം, അങ്ങനെ ചെയ്യാൻ തോന്നിയത്, ഉം, ഇയാൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യാൻ തോന്നിയത്. ഉം, ഈവൻ ഞങ്ങളുടെ റിയൽ ലൈഫിലെ ഒരു എൻ്റെയൊക്കെ ഒരു മേജർ ക്രൈസിസ് എന്ന് പറയുന്നത് തന്നെ, ഒരാൾ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ പോലും ആദ്യം ആലോചിച്ച് പോവുക, ഉം, അയ്യോ ഇയാൾക്ക് ഇപ്പം എന്ത് ആയിരിക്കും ട്രിഗർ ആയിട്ടുണ്ടാവുക ഇപ്പം ഇങ്ങനെ പറയാൻ. ഉം, ഉം. അങ്ങനെ അയാൾക്ക് അതിൽ ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആവും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ. ആ ഒരു തോട്ട് ആദ്യം വരും. ഓക്കെ, പിന്നെ ഓക്കെ. തിരിച്ച് നമ്മളുടെ റിയാക്ഷൻ, സാധാരണ നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചും കൂടി തിരിച്ച് ദേഷ്യപ്പെടുന്ന ആ ഒരു ഉം, ഉം, റിയാക്ഷൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരില്ല. ഉം. മോസ്റ്റ് ഓഫ് ദ ടൈം അത് കുറച്ച് റിയാക്ഷൻ കുറവായിരിക്കും. കുറവായി. അതെ.